നമസ്തേ നമസ്തേ. അപ്പോൾ ഇന്ന് ഡിസംബർ 25 ലോകം മുഴുവനും ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ദിവസമാണ്. സത്യം പറഞ്ഞാൽ ബൈബിളിൽ ഒരിടത്തും യേശു ജനിച്ചത് ഡിസംബർ മാസമാണെന്നോ 24 തീയതി അർദ്ധരാത്രിയാണെന്നോ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ലോകം മുഴുവനും ഡിസംബർ 24 അർദ്ധരാത്രി യേശു ജനിച്ചു എന്നും പറഞ്ഞ് ആഘോഷിക്കണേ. ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആകെ കൂടി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് വാസ് വിൻ്റർ, അത്രേ ഉള്ളൂ. വിൻ്റർ എന്ന് പറഞ്ഞാൽ 3 മാസം വിൻ്ററാണ്. ഇപ്പോൾ ഇവിടെ ഡിസംബർ 21 തീയതി വിൻ്റർ ആരംഭിച്ചു. ഇനി അത് തീരുന്നത് മാർച്ച് 21 തീയതിയാണ്. അപ്പോൾ ഇറ്റ് വാസ് വിൻ്റർ. ഇപ്പോൾ ഞാൻ പറഞ്ഞ അവൻ ജനിച്ചത് വിൻ്ററിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിസംബർ 24 തീയതി അർദ്ധരാത്രിയാണെന്നാണ് അർത്ഥം, അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഡിസംബർ 25 തീയതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ചരിത്രകാരനായ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പണ്ട് യൂറോപ്പിൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അത് ഈ ഡിസംബർ അവസാനമായിരുന്നു, വിൻ്ററിന് തുടങ്ങുമ്പോഴായിരുന്നു. അപ്പോൾ അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസംബർ 25 തീയതിയാണ് യേശു ജനിച്ചതെന്നും പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലൊക്കെ ഇല്ലാണ്ടായി. അതിന് പകരം യേശുവിൻ്റെ ജന്മദിനമെന്നും പറഞ്ഞ് ആഘോഷിക്കുന്നത്. ഇനി യേശു ജനിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് ബൈബിൾ വെച്ചൊന്ന് പരിശോധിക്കണമല്ലോ. ബൈബിളിൽ മത്തായിയുടെ പുസ്തകം മാത്രമല്ല, മാർക്കോസിൻ്റെ, യോഹന്നാൻ്റെ, ലൂക്കായുടെ, ഇങ്ങനെ 4 പുസ്തകങ്ങളുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കാസ്, യോഹന്നാൻ എന്നീ ക്രമത്തിൽ. ഈ 4 പേരും യേശുവിൻ്റെ ജീവചരിത്രം എഴുതി വച്ചിരിക്കുന്ന ആളുകളാണെന്നാണ് പറയപ്പെടുന്നത്. നൗ ഇതിൽ മത്തായിയുടെയും ലൂക്കാസിൻ്റെയും പുസ്തകത്തിൽ മാത്രമേ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അല്പമെങ്കിലും പരാമർശമുള്ളൂ. മാർക്കോസിൻ്റെയും യോഹന്നാൻ്റെ പുസ്തകം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നില്ല. മത്തായിയുടെ പുസ്തകമാണല്ലോ ആദ്യമുള്ളത്. അപ്പോൾ അതിലെ മത്തായിയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യേശുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയം യോസഫിന് പ്രതിശ്രുത വധുവായിരിക്കെ, എന്നാൽ അവർ സഹവസിക്കും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യോസഫുമായിട്ടുള്ള വിവാഹസമ്മതം കഴിഞ്ഞു. പക്ഷേ യോസഫുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഒരു പരിശുദ്ധാത്മാവ്, അതായത് ഹോളി ഗോസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഒരു ഗോസ്റ്റ് മറിയനെ ഗർഭിണിയാക്കി എന്നാണ് പറയുന്നത്. അത് വിവാഹത്തിന് മുമ്പാണെന്ന് പറയുന്നുണ്ട്, വിവാഹസമ്മതം കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. വിവാഹത്തിന് എത്ര ദിവസം മുമ്പ്? വിവാഹത്തിൻ്റെ തലേ ദിവസമാണോ? അല്ലെ വിവാഹത്തിന് ഒരാഴ്ച മുമ്പാണോ? അല്ലെ വിവാഹത്തിന് ഒരു മാസം മുമ്പാണോ? മാസങ്ങൾക്ക് മുമ്പാണോ? ഇതൊന്നും വ്യക്തമായിട്ട് ഒരു ഇൻഫർമേഷനും അവിടെ ഇല്ല, ബൈബിളിലില്ല. അപ്പോൾ അതൊക്കെ വായനക്കാരൻ്റെ മനോധർമ്മത്തിന് വിടുന്നു എന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് അതൊന്ന് വിശകലനം ചെയ്യണമല്ലോ, ഒന്ന് പരിശോധിച്ച് നോക്കണമല്ലോ. ഇപ്പോൾ നമുക്ക് ഒരാഴ്ച മുമ്പാണ്, വിവാഹത്തിന് ഒരാഴ്ച മുമ്പാണ് ഈ ഹോളി ഗോസ്റ്റ് എന്ന് പറയുന്ന ഗോസ്റ്റ് മറിയനെ ഗർഭിണിയാക്കിയത് എന്ന് കരുതാം. ഒന്ന് അങ്ങനെ ആ വഴിയിൽ കൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മുമ്പ്. നോക്കൂ, ഒരു സ്ത്രീ, അത് ഇന്നും അന്നും എന്നും, അവൾ ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട് അവൾ ഗർഭിണിയായാൽ അന്നേരം തന്നെ അവൾ ഗർഭിണിയാണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവൾ അത് തിരിച്ചറിയുന്നത് അവളുടെ മാസമുറ തെറ്റുമ്പോഴാണ്, ആർത്തവം തെറ്റുമ്പോഴാണ്. അപ്പോഴാണ് അവൾ തിരിച്ചറിയണം. അതിലൊരു മാസമെങ്കിലും സമയം എടുക്കും. അപ്പോൾ 1-2 ദിവസം മുമ്പാണ് ഈ ഹോളി ഗോസ്റ്റ് എന്ന് പറയുന്ന ഗോസ്റ്റ് മറിയനെ ഗർഭിണിയാക്കിയതെങ്കിൽ മറിയയുടെ വിവാഹ സമയത്ത് മറിയ തന്നെ അറിഞ്ഞിട്ടില്ല മറിയ ഗർഭിണിയാണെന്ന്, ഉറപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് മറിയക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യം മറിയ എങ്ങനെയാണ് യോസഫിനോട് പറയുന്നത്? പറയാൻ സാധ്യതയില്ല. ഇനി മാസങ്ങൾക്ക് മുമ്പേ ഗർഭിണിയായതാണെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ, ഗർഭധാരണത്തിന് 1 മാസം കഴിയുമ്പോൾ മറിയ തിരിച്ചറിയും. മറിയയുടെ ആർത്തവം നിലയ്ക്കുമ്പോൾ മറിയക്ക് മനസ്സിലാവും ഗർഭിണിയായിട്ടുണ്ടെന്ന്, ഉറപ്പാവും. അപ്പോൾ മറിയക്ക് വേണമെങ്കിൽ പറയാം യോസഫിനോട്. പക്ഷേ അങ്ങനെ ഒരു കാര്യം മറിയക്ക് യോസഫിനോട് പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വിവാഹ സമ്മതം നടത്തിയിരിക്കുന്ന ഒരു പെണ്ണ്, അവൾ നിങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ ഗർഭിണിയായി. അത്രയും തൻ്റെടിയായിട്ടുള്ള ഒരു പെണ്ണ്, തന്നിഷ്ടക്കാരി, ദുർനടപ്പുകാരി, അവൾ നിങ്ങളോട് വന്ന് പറയുമോ ഞാൻ ഗർഭിണിയാണെന്ന് പറയുമോ? അതും 2000 വർഷം മുമ്പ് യഹൂദരുടെ ഇടയിൽ കഴിയുന്ന സമയത്ത്. ആ കാലത്ത് യഹൂദരുടെ നിയമം എന്ന് പറഞ്ഞാൽ ആളുകളെ കല്ലെറിഞ്ഞ് കൊല്ലാനാണ്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു വേശ്യാസ്ത്രീനെ യഹൂദർ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോയപ്പോൾ യേശു വന്നിട്ട് വേശ്യനെ രക്ഷിക്കുന്നത്, വേശ്യയുടെ രക്ഷകനായി യേശു മാറിയ കഥ പറയുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അവർ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ നിയമം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വേശ്യകളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് വിവാഹ സമ്മതം നടത്തി, എന്നിട്ട് അവൾ മറ്റൊരാളിൽ നിന്ന് ഗർഭിണിയായാൽ അവളെ ഗർഭിണിയാക്കിയവനെയും അവളെയും രണ്ടുപേരെയും കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പറഞ്ഞേക്കണം. അതായത് മറിയനെയും ഈ ഹോളി ഗോസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിനെയും രണ്ടിനെയും
കല്ലെറിഞ്ഞ് കൊല്ലണം. ഹോളി ഗോസ്റ്റിനെ എന്തായാലും കല്ലെറിഞ്ഞ് കൊല്ലാൻ പറ്റത്തില്ല, മറിയനെ കല്ലെറിഞ്ഞ് കൊല്ലും. അപ്പോൾ അത്രയും റിസ്ക് ഉള്ള ഒരു സംഭവം മറിയ പോയിട്ട് ചെന്ന് പറയൂ, ചേട്ടാ ഞാൻ ഗർഭിണിയായി. നിങ്ങളോടാണ് അത് വന്ന് പറയണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയണത്? നീ ഗർഭിണിയായോ? ആരിൽ നിന്ന് ഗർഭിണിയായി? അപ്പോൾ നിങ്ങളുടെ പ്രതിശ്രുതപതി പറഞ്ഞ പരിശുദ്ധാത്മാവിൽ നിന്ന് ഞാൻ ഗർഭിണിയായി ചേട്ടാ എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഉടനെ എന്നെ തൊടാതെ വിഴുങ്ങോ? അതേ ആർക്കും പറയാലോ, ദൈവമാണ് എന്നെ ഗർഭിണിയാക്കിയെന്ന് പറയാലോ, ഇല്ലേ? ഏത് വേശ്യക്കും ഏത് കുലടയ്ക്കും അത് പറയാം. പക്ഷേ തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം മറിയ ഒരിക്കലും എന്ന് പറയത്തില്ല. ഇനി 2 മാസം മുമ്പെയാണ് മറിയ ഗർഭിണിയായെങ്കിലും, വിവാഹത്തിന് 2 മാസം മുമ്പാണെങ്കിൽ ഓക്കെ, മറിയ യോസഫിനോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ യോസഫ് എന്നാലും അവളെ കല്യാണം കഴിച്ചു. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ച് ഒരു 7 മാസം കഴിയുമ്പോഴേക്കും മറിയ പ്രസവിക്കും. കാരണം വിവാഹത്തിന് 2 മാസം മുമ്പ് ഗർഭിണിയായതല്ലേ. 9 മാസം ഗർഭിണിയാണെങ്കിൽ ഏത് സ്ത്രീയാണെങ്കിലും പ്രസവിക്കും. അത് 2000 വർഷം മുമ്പും പ്രസവിക്കും, ഇന്നും പ്രസവിക്കും. അതിലൊന്നൊരു മാറ്റമൊന്നുമില്ല. അപ്പോൾ മറിയ യോസഫായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് 7 മാസത്തിൽ മറിയ പ്രസവിച്ചാൽ നാട്ടുകാരെന്ത് പറയും? ഇത് യോസഫിൻ്റെ കുഞ്ഞാണെന്ന് പറയോ? അതോ മറിയ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പിഴച്ച് ഉണ്ടായതാണ് ഈ കുഞ്ഞെന്ന് പറയും? എന്ത് പറയും? അപ്പോൾ ഇത്രയും റിസ്ക് ഉള്ള കാര്യം മറിയ വന്ന് പറയുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? മാർക്കോസിൻ്റെ പുസ്തകത്തിൽ യേശു 30 വയസ്സുള്ളപ്പോൾ യേശു സംസാരിക്കുന്നുണ്ടല്ലോ ആളുകളോട്. അപ്പോൾ ഇവൻ യോസഫിൻ്റെ പുത്രനല്ലേ എന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. അതായത് നാട്ടുകാരുടെ വിചാരം യേശു യോസഫിൻ്റെ പുത്രനാണെന്നാണ്. അതായത് മറിയയുടെ വിവാഹം യോസഫുമായിട്ട് നടക്കുന്നതിന് 2 മാസം മുന്നേ മറിയ ഗർഭിണിയായിരുന്നെങ്കിൽ നാട്ടുകാർ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു, യോസഫിൻ്റെ കുഞ്ഞല്ലെന്ന് അവർ മനസ്സിലാക്കിയേനെ. പക്ഷേ നാട്ടുകാർ ധരിച്ചിരുന്നത് യേശു യോസഫിൻ്റെ പുത്രനാണെന്നാണ്. അതിൻ്റെ അർത്ഥം മറിയ പ്രസവിച്ചിട്ടുള്ളത് യോസഫുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് 9 മാസം കഴിഞ്ഞിട്ടാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? മറിയനെ ഗർഭിണിയാക്കിയത് യോസഫുമായിട്ടുള്ള വിവാഹം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ, ഒരുപക്ഷെ വിവാഹത്തിൻ്റെ തലേ ദിവസം. അപ്പോൾ അങ്ങനെ ഗർഭിണിയായ മറിയ എങ്ങനെയാണ് മറിയ സ്വയം തിരിച്ചറിയണത്? ഗർഭിണിയാണ് തിരിച്ചറിയണത് വിവാഹത്തിന് ശേഷമായിരിക്കും. അപ്പോൾ പിന്നെ യോസഫ് എങ്ങനെയാണ് ഈ കാര്യം തിരിച്ചറിയണത്? മറിയ വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായിരുന്നു. മത്തായിയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം പറയുന്നതാണല്ലോ, മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്ന് പറയണം. ബട്ട് ഹെർ ഹസ്ബൻഡ് ജോസഫ് വാസ് എ റൈറ്റിയസ് മാൻ. ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ബ്രിങ് ഹെർ ഇൻ ടു പബ്ലിക് ഡിസ്ഗ്രേസ്. യോസഫ് ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. യോസഫ് അയാൾക്ക് മറിയയെ ഒരു എന്താ പറയുക, ഒരു അപമാനിക്കാൻ, ഇവളൊരു മോശം സ്ത്രീയാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ, അത് കല്യാണത്തിന് മുമ്പേ ഗർഭിണിയായ ഒരു കുലടയാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ യോസഫിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അയാളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇത് നല്ലവനായ റൈറ്റിയസ് മാൻ ജോസഫിൻ്റെ പണിയാണ്. അതായത് യോസഫ് എന്ത് തീരുമാനിച്ചു? മറിയനെ കല്യാണം കഴിക്കാം, കുറച്ചാൾ കൂടെ പൊറപ്പിക്കാം, എന്നിട്ട് ഉപേക്ഷിക്കാം. യഹൂദർക്കാണെങ്കിൽ ഉപേക്ഷിക്കാൻ കാരണമൊന്നും വേണ്ടല്ലോ, എന്ത് കാരണത്തിന് ഉപേക്ഷിക്കാം. അങ്ങനെയാണ് അവരുടെ നിയമം. ഒരു സ്ത്രീനെ ഉപേക്ഷിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട നിയമമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ യഹൂദരൻ, യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. അപ്പോൾ കാരണം അവരുടെ കിതാബ് ഇതാണ്, ബൈബിളാണ്. അവിടുത്തെ ഡൈവേഴ്സ് നിയമം എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൽ പറയുന്ന 1, 2, 3 വാക്യങ്ങളിൽ പറയുന്നതാണ് ഡൈവേഴ്സിൻ്റെ നിയമം. ഇഫ് എ മാൻ ഫൈൻഡ്സ് സംതിങ് ഇൻഡീസെൻറ്റ്, എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം ഭാര്യയിൽ കണ്ടു കഴിഞ്ഞാൽ ഭാര്യനെ ചവിട്ടി പുറത്താക്കിക്കോ എന്നാണ് ബൈബിൾ പറയുന്നത്. എന്ത് കാര്യത്തിനും പുറത്താക്കാം. അപ്പോൾ യോസഫ് തീരുമാനിച്ചു ഇവളെ കല്യാണം കഴിച്ചിട്ട് കുറച്ചാൾ കൂടെ വെച്ചോണ്ടിരുന്നിട്ട് പിന്നെ ഇവളെ ഡൈവേഴ്സ് ചെയ്യാം, മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞു. അപ്പോൾ ഇവളെ ആൾക്കാർ കല്ലെറിഞ്ഞ് കൊല്ലുകയില്ല. കാരണം ഇവളെ ഡൈവേഴ്സ് ചെയ്ത് പ്രൈവറ്റായിട്ട് ഡൈവേഴ്സ് ചെയ്യാൻ എങ്ങനെയാണ്? ഈ ഡിസൈഡ് ഡിവോഴ്സ് ഓർ സീക്രറ്റ്ലി എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ സീക്രറ്റായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നിങ്ങളൊരു കല്യാണം കഴിച്ചു, ആ ഭാര്യനെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണം. എപ്പോഴും ഡിവോഴ്സ് ചെയ്യണം എങ്ങനെയാണ്? സീക്രറ്റായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? കല്യാണം കഴിക്കുമ്പോൾ നാട്ടുകാരൊക്കെ വന്നല്ലേ, പിന്നെ സീക്രട്ടായിട്ട് എങ്ങനെ ഡിവോഴ്സ് ചെയ്യണത്? അപ്പോൾ ആ സ്ത്രീ നിങ്ങളുടെ കൂടെ ഇല്ലാതെ വരുമ്പോഴല്ലേ ഡൈവേഴ്സ് ആവുന്നത്. നിങ്ങൾ അവളുമായിട്ട് പിരിഞ്ഞിരിക്കുമ്പോഴല്ലേ ഡൈവേഴ്സ് ആവുന്നത്. അല്ലാണ്ട് എങ്ങനെ ഡൈവേഴ്സ് ആണ്? പിരിഞ്ഞിരിക്കുമ്പോൾ അത് സീക്രട്ട് അല്ലല്ലോ, ആൾക്കാർ മനസ്സിലാവില്ലേ നിങ്ങളുടെ കൂടെ അല്ല നിങ്ങളുടെ ഭാര്യ താമസിക്കുന്നതാണ്. അപ്പോൾ സീക്രട്ട് ഡൈവേഴ്സ് ചെയ്യാൻ യോസഫ് തീരുമാനിച്ചു, നല്ലവനായ യോസഫ്. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, യോസഫ് മറിയനെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ റീസൺ സീക്രട്ടായിട്ട് വെക്കാം. അതായത് ഞാൻ കെട്ടണതിന് മുമ്പേ ഗർഭിണിയായിരുന്നു, ആ കാര്യം പറയാണ്ട് മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞ് ഡിവോഴ്സ് ചെയ്യാം. അപ്പോൾ നാട്ടുകാർ യഹൂദർ കല്ലെറിഞ്ഞ് കൊല്ലുകയുമില്ല, ഇവളൊരു പബ്ലിക് ഡിസ്ഗ്രേസ് ആവുകയുമില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഹി ഡിഡ് നോട്ട് വാണ്ട് ടു പുട്ട് ഹെർ ഇൻ ടു പബ്ലിക് ഡിസ്ഗ്രേസ്, മേക്ക് ഹെർ പബ്ലിക് ഡിസ്ഗ്രേസ്. അങ്ങനെയാണ് എഴുതിയിരിക്കണം. അവളെ ഒരു പബ്ലിക് ഡിസ്ഗ്രേസ് ആക്കാനായിട്ട് യോസഫ് ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സീക്രറ്റായിട്ട് ഡൈവേഴ്സ് ചെയ്താലും പ്രൈവറ്റായിട്ട് ഡൈവേഴ്സ് ചെയ്താലും അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഡൈവേഴ്സ് ചെയ്താലും എങ്ങനെയൊക്കെ ഡൈവേഴ്സ് ചെയ്താലും മറിയുടെ ഉള്ളിലുള്ള കുഞ്ഞ് വളരും, മറിയുടെ വയറ് വലുതായിക്കൊണ്ടേയിരിക്കും. 9 മാസം കഴിയുമ്പോൾ മറിയ പ്രസവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് വിചാരിക്കും?
യോസഫ് നാട്ടുകാരോട് പറഞ്ഞില്ലെങ്കിൽ, എന്തെന്ന്, ഇവള് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഗർഭിണിയായിരുന്നു എന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ യോസഫാണ് അച്ഛനെന്ന് നാട്ടുകാർ വിചാരിക്കുള്ളൂ. അത് തന്നെയാണ് മാർക്കോസിൻ്റെ പുസ്തകത്തിലും പറയുന്നത്. ആർ യു നോട്ട് ദ സൺ ഓഫ് ജോസഫ് എന്ന് യഹൂദർ ചോദിച്ചതുകൊണ്ടാണ്, നീ ജോസഫിൻ്റെ മകനല്ലേ എന്ന്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമോ, ലൂക്കായുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ടല്ലോ, യേശുവിനെ കാണാണ്ട് പോകുന്നു. കാണാണ്ട് പോയി കഴിഞ്ഞിട്ട് 3 ദിവസം കഴിയുമ്പോൾ ജെറുസലേമിൽ വെച്ച് കണ്ടെത്തുമ്പോൾ മറിയ യേശുവിനോട് പറയുന്നു, മകനെ, നിന്നെ കാണാതെ ഞാനും നിൻ്റെ പിതാവും, യോസഫിനെ കാണിച്ചുകൊണ്ടാണ് പറയണത്, എത്രമാത്രം വിഷമിച്ചു എന്ന് പറയുമ്പോൾ യേശു പറയുന്നുണ്ട് മറിയനോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് യേശുവിനെ കണ്ടെത്തുന്നത് സുനഗോഗിൽ വെച്ചാണ്. സുനഗോഗ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ, യഹോവയുടെ ആലയം, ദൈവത്തിൻ്റെ ആലയത്തിനാണ് സുനഗോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സുനഗോഗിലിരിക്കുന്ന ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണമെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീ ചൂണ്ടിക്കാണിക്കണ യോസഫ് അല്ല എൻ്റെ പിതാവ്. എൻ്റെ പിതാവ് ഈ സുനഗോഗിൻ്റെ തലവനായ യഹോവയാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്നല്ലേ ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ഇത് വായിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ബൈബിൾ എഴുതി വെച്ചേക്കണേ യോസഫിനും മറിയയ്ക്കും യേശു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലെന്ന്, പിടികിട്ടിയില്ലെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, അവരും വിചാരിച്ചിരുന്നത് ഇത് യേശു എന്ന് പറയുന്നത് യോസഫിൻ്റെ കുഞ്ഞാണെന്നാണ് രണ്ടുപേരും വിചാരിച്ചിരുന്നത്. പക്ഷേ സത്യത്തിൽ യേശു യോസഫിൻ്റെ കുഞ്ഞായിരുന്നില്ല. മറിയ വിവാഹത്തിന് മുന്നേ ഗർഭിണിയായിരുന്നു. പക്ഷേ അക്കാര്യം യോസഫിനും അറിയാൻ പാടില്ലായിരുന്നു, മറിയക്കും അറിയാൻ പാടില്ലായിരുന്നു എന്ന സത്യത്തിലേക്കാണ് ഇത്തരം വൈരുദ്ധ്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, ഇനി മത്തായിയുടെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം, അത് കഴിഞ്ഞാൽ 20-ാം വാക്യം, 20-ാം വാക്യത്തിൽ പറയുന്നത്, ഓക്കെ, യോസഫ് മറിയനെ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ അയാളുടെ സ്വപ്നത്തിൽ കർത്താവിൻ്റെ മാലാഖ വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഡൈവേഴ്സ് ചെയ്യരുത് ജോസഫേ, നീ അവളെ ഡൈവേഴ്സ് ചെയ്യരുത്, പരിശുദ്ധാത്മാവാണ് അവളെ ഗർഭിണിയാക്കിയത്. നോക്കൂ, നിങ്ങൾ വിവാഹസമ്മതം നടത്തിയ നിങ്ങളുടെ പ്രതിശ്രുത വധു അവളെ വിവാഹ മോചനം ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അവളെ കല്യാണം കഴിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്ന ആളാണ് നിങ്ങളുടെ പ്രതിശ്രുത വധുവിനെ ഗർഭിണിയാക്കിയത്. അത് സ്വപ്നം കണ്ടു എന്നായിരിക്കണേ, അത് നോക്കണേ, നിങ്ങൾ സ്വപ്നം കാണണേ, ഇന്ന ആളാണ് നിങ്ങളുടെ ഭാര്യനെ നിങ്ങളുടെ പ്രതിശ്രുത വധുവിനെ ഗർഭിണിയാക്കി നിങ്ങൾ സ്വപ്നം കണ്ടു. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ ഞാൻ അവളെ കെട്ടാമെന്ന് നിങ്ങൾ തീരുമാനിക്കുമോ? എന്തൊരു വർത്താനമാണ്, എന്തൊരു വൃത്തികേടാണ് എഴുതി വെച്ചേക്കണം. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താ അറിയോ, യോസഫ് അവളെ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് യോസഫിനെ അറിയിക്കുന്നത് യോസഫിൻ്റെ ഭാര്യനെ ഗർഭിണിയാക്കിയത് യഹോവയാണെന്ന്. യോസഫ് ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ച കാരണം എന്താണ്? യോസഫ് മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടത് കൊണ്ടാണ് യോസഫ് ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് ബൈബിൾ എഴുതിയേക്കുന്നത്. കാണപ്പെട്ട സംഭവം, അതായത് നെയ്ക്കഡ് ഐസ് കൊണ്ട് കണ്ടു, നഗ്ന നേത്രങ്ങൾ കൊണ്ട് യോസഫ് കണ്ട കാര്യമാണ് മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരുന്നു. എന്നിട്ടും യോസഫ് മറിയനെ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് മറിയ പരിശുദ്ധാത്മാവിനാണ് ഗർഭിണിയാണെന്ന് തീരുമാനിച്ചപ്പോൾ വേണ്ട, ഡൈവേഴ്സ് ചെയ്യേണ്ട, അവളുടെ തന്നെ ജീവിക്കാമെന്ന് യോസഫ് തീരുമാനിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ യോസഫ് മറിയനെ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിക്കാനുള്ള കാരണം യോസഫ് മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ ഗർഭിണിയായി കാണപ്പെടണമെങ്കിൽ അവൾ ഒരു 4-5 മാസമെങ്കിലും ഗർഭിണിയായാലേ കാണപ്പെടുള്ളൂ, അല്ലെങ്കിൽ ഒരു 6 മാസം, എന്നാലേ വയറ് വീർത്തു വരുള്ളൂ. അപ്പോഴാണ് ഗർഭിണിയായിട്ട് കാണപ്പെടുന്ന ഒരു സ്ത്രീ. അല്ലെങ്കിൽ ആ സ്ത്രീ പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ, അത് അവൾ പറഞ്ഞാലേ നമുക്ക് അവൾ ഗർഭിണിയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 1 മാസം ഗർഭിണിയായ സ്ത്രീ, അല്ലെങ്കിൽ ഒരു 3 മാസം, നമ്മളെങ്ങനെ അറിയണം? ഒരു 6-7 മാസം, 6 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ല 5 മാസം 6 മാസം ആയാൽ വയറ് വീർത്തിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ വലിയ വയറായിട്ട് നടന്നാൽ നമുക്ക് മനസ്സിലാവും അവൾ ഗർഭിണിയാണെന്ന്. അല്ലാണ്ട് എങ്ങനെ അറിയണം? പക്ഷേ ബൈബിൾ പറയണത് കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മറിയ ഒരു 5 മാസമെങ്കിലും ഗർഭിണിയായിരിക്കണം. എപ്പോഴാണ് കാണപ്പെടുന്നത്? വിവാഹത്തിന് മുമ്പേ മറിയ 5 മാസം ഗർഭിണിയായി കാണപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞൊരു 4-ാം മാസത്തെങ്കിലും മറിയ പ്രസവിക്കണ്ടേ? വേണ്ടേ? അങ്ങനെ 4 മാസത്തിൽ പ്രസവിച്ച് ഇരുന്നെങ്കിൽ നാട്ടുകാർ പറയുമോ ഇത് യോസഫിൻ്റെ മോനാണെന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ മറിയ പ്രസവിച്ചത് തീർച്ചയായിട്ടും 9 മാസത്തിന് ശേഷമാണ്. യോസഫുമായിട്ടുള്ള വിവാഹം നടന്നതിന് 9 മാസത്തിന് ശേഷം. അതായത് യോസഫോ മറിയയോ അറിഞ്ഞിട്ടില്ല. അങ്ങനെ യോസഫിയുടെ അവളെ ഡൈവേഴ്സ് ചെയ്യാനും തീരുമാനിച്ചിട്ടില്ല. യോസഫിൻ്റെ സ്വപ്നത്തിൽ പോലും ഒരു മാലാഖയും വന്ന് പറഞ്ഞിട്ടില്ല യോസഫിൻ്റെ ഭാര്യ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായിരുന്നു എന്ന്. ഇനി മറ്റൊരു കാര്യം കൂടി ബൈബിൾ പറയുന്നുണ്ട്. 1-ാം അധ്യായം 25-ാം വാക്യം, അവിടെ പറയുന്നത് മറിയ തൻ്റെ പുത്രനെ പ്രസവിക്കുന്നത് വരെ യോസഫ് അവളുമായിട്ട് സെക്സ് ചെയ്തില്ലെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം, നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കണം? നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാവും. ഒരു മനുഷ്യൻ വിവാഹം കഴിക്കണം അതിനല്ലേ, ഒരു കുടുംബം ഉണ്ടാകാനല്ലേ. അതുപോലെ തന്നെയല്ലേ ജോസഫ്.
ജോസഫ് മറിയനെ വിവാഹം കഴിച്ചത് മറിയായിട്ടൊരു കുടുംബം ഉണ്ടാവാനായിട്ടാണ്. കുടുംബം ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? ഒരു ഭാര്യ മാത്രം മതിയോ? കുഞ്ഞു വേണ്ടേ? കുടുംബത്തിന് മിനിമം അംഗസംഖ്യ എത്രയാണെന്ന് പറയും? 3 അല്ലാണ്ട് രണ്ടുപേരും ഭാര്യയും ഭർത്താവും മാത്രമാണെങ്കിൽ ദമ്പതികൾ എന്ന് പറയുള്ളൂ. കുടുംബം എന്ന് പറയത്തില്ല. മക്കളും കൂടി വേണം. മക്കളുണ്ടെങ്കിലേ കുടുംബമുള്ളൂ. അപ്പോൾ ഒരാൾ വിവാഹം കഴിക്കണ കുടുംബം ഉണ്ടാകാനാണെങ്കിൽ അയാളുടെ ഭാര്യ അയാളിൽ നിന്ന് ഗർഭിണിയായാലേ കുടുംബം ഉണ്ടാവുള്ളൂ. ഇല്ലേ? ഇത് അയാൾ കല്യാണം കഴിക്കുന്ന സ്ത്രീ ഓൾറെഡി ആയ സ്ത്രീ ആണെങ്കിൽ, ഗർഭിണിയായിട്ടാണ്, ഒരു ഗർഭിണിനെയാണ് അയാൾ കല്യാണം കഴിക്കണമെങ്കിൽ അയാൾക്ക് എങ്ങനെ അതിൽ മക്കളുണ്ടാവും? എങ്ങനെ മക്കളുണ്ടാവും? ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവൾ പ്രസവിക്കുന്നത് വരെ അവളെ വീണ്ടും ഗർഭിണിയാക്കാൻ പറ്റത്തില്ല. അവൾ പ്രസവിച്ച് കഴിഞ്ഞാലേ പിന്നെയും അവളെ ഗർഭിണിയാക്കാൻ പറ്റുള്ളൂ. അതല്ലേ എൻ്റെ സംഭവം. അപ്പോൾ യോസഫ് വിവാഹം കഴിക്കണത് ഒരു കുടുംബം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ യോസഫിനെ അവളുമായിട്ട് സെക്സ് ചെയ്യാൻ പോലും പറ്റണില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ. അങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥ, ഒരു ദുർഗതി നിങ്ങൾക്കാണ് ഉണ്ടാകണമെങ്കിൽ നിങ്ങളത് ജീവിതത്തിലും മറക്കൂ. അപ്പോൾ പിന്നെ യേശുവിന് 12 വയസ്സുള്ളപ്പോൾ യേശുവിൻ്റെ അപ്പൻ യോസഫല്ല, യഹോവയാണെന്ന് പറഞ്ഞപ്പോൾ യോസഫിനും മറിയക്കും അത് മനസ്സിലായില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെയൊക്കെ അർത്ഥം ഒരൊറ്റ അർത്ഥമുള്ളൂ. യോസഫിനും മറിയക്കും അറിയാൻ പാടില്ലായിരുന്നു ഈ മറിയ കല്യാണത്തിന് മുമ്പേ ഗർഭിണിയായിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞു. ഇത് എൻ്റെ ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് ഞാൻ അങ്ങോട്ട് അർപ്പിക്കണേ എല്ലാ കുഞ്ഞാടുകൾക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, അതിന് മറുപടി തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, യോസഫ് മറിയനെ ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് യോസഫിന് സ്വപ്നത്തിനെങ്കിലും അറിവ് കിട്ടിയത്. അത് തന്നെ ചെറ്റത്തരല്ലേ. അപ്പോൾ യോസഫ് ഡൈവേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ യോസഫിന് സ്വപ്നത്തിൽ പോലും അറിയിക്കില്ലായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം, അല്ലേ? പിന്നെ യോസഫ് ഹർ ഹസ്ബൻഡ് വാസ് എ റൈറ്റിയസ് മാൻ. അതൊരു നല്ല നീതിമാനായ മനുഷ്യനായിരുന്നു. സോ ഹി ഡിസൈഡഡ് ടു ഡിവോഴ്സ് ഹർ. അവളെ മറിയനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച യോസഫ് നീതിമാനായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ബൈബിൾ. അങ്ങനെയാണെങ്കിൽ മറിയനെ ഗർഭിണിയാക്കിയ, യോസഫിൻ്റെ ഭാര്യനെ ഗർഭിണിയാക്കിയ ഈ ഗോസ്റ്റ് നീതിമാനാണോ? അതെങ്ങനെ ശരിയാവും? രണ്ടുപേരും അങ്ങനെ നീതിമാന്മാരാവും. അപ്പോൾ പിന്നെ ഇതിനെ ഹോളി ഗോസ്റ്റ് എന്നാണോ ഈവിൾ ഗോസ്റ്റ് എന്നാണോ വിളിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ പിതാവാണല്ലോ ഇത്. ഈ ആരാണോ ഒരുത്തൻ്റെ അമ്മയെ, ഒരു സ്ത്രീനെ ഗർഭിണിയാക്കുന്നവനാണ് പിതാവ്, അല്ലേ? അപ്പോൾ യേശുവിൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഈ ഹോളി ഗോസ്റ്റ് എന്ന് പറഞ്ഞ ഈ സാധനമാണ്, ഈ വൃത്തിയോട് കാണിച്ച സാധനമാണ് യേശുവിൻ്റെ പിതാവ്, അല്ലേ? ഒരാൾക്ക് വിവാഹത്തിന് ഉറപ്പിച്ചു വെച്ചേക്കണ ഒരു സ്ത്രീയെ അയാളറിയാണ്ട് ഗർഭിണിയാക്കുന്നവൻ ദൈവമാകണം. എങ്ങനെ ദൈവമാകും? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ദേവേന്ദ്രൻ്റെ കഥയുണ്ടല്ലോ. ദേവേന്ദ്രൻ്റെ കഥയിൽ ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. ദേവേന്ദ്രൻ ഇപ്പോൾ അഹല്യനെ പീഡിപ്പിച്ചതും അങ്ങനെ ഒരുപാട് വൃത്തികേടുകളൊക്കെ ചെയ്യുന്ന കഥകളുണ്ട്. പക്ഷേ അവിടെ ദേവേന്ദ്രനെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ദേവേന്ദ്രൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ആരാധിക്കുകയല്ല ചെയ്യണത്. മനസ്സിലായോ? ദേവേന്ദ്രൻ നാണം കെട്ട് കടലിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കണേന്ന് ചെയ്യണത്. അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഈശ്വരനാണെന്നല്ല പറയണത് ദേവേന്ദ്രന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ യേശുവാണ് ഏറ്റവും പരമപവിത്രൻ എന്ന് പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ ജനനം തന്നെ വ്യഭിചാരത്തിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഔട്ട്സൈഡ് വെഡ്ലോക്ക്, അതായത് ഇല്ലെജിറ്റിമേറ്റ്. ഒരാളിൽ ലെജിറ്റിമസി എങ്ങനെ കിട്ടണത്? നമുക്ക് കിട്ടണം കല്യാണത്തിലൂടെ. നമ്മുടെ അച്ഛനും അമ്മയും വിവാഹിതരായതുകൊണ്ടാണ് നമ്മൾ ലെജിറ്റിമേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഇല്ലെജിറ്റിമേറ്റാണ്. അച്ഛനും അമ്മയും വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഇല്ലെജിറ്റിമേറ്റാണ്, ബാസ്റ്റഡാണ്. അപ്പോൾ ഈ ബാസ്റ്റഡിൻ്റെ ജനനമാണ് ലോകം മുഴുവനും ക്രിസ്തുമസ് എന്നും പറഞ്ഞ് ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ബാസ്റ്റഡ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേ വരുന്നത്. ഇത് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അത് കുറയണമെന്നുണ്ടെങ്കിൽ ഈ യേശു എന്ന് പറയുന്ന ഈ ഇല്ലെജിറ്റിമേറ്റിന് എൻ്റെ ബർത്ത്ഡേ അത് ഒരു തെളിവില്ല. യേശു ജനിച്ച ഡിസംബർ 25 ആണെന്ന് യാതൊരു തെളിവില്ല. എന്നിട്ടും ലോകം മുഴുവനും അത് ആരാധിക്കണേ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്തേ. ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.